എല്ലാവർക്കും നമസ്കാരം. എപ്പിസോഡ് 46 റിവ്യൂ ആണ്. ആദ്യം തന്നെ ഈ റിയാസും ലക്ഷ്മിയായിട്ട് നടന്നൊരു കോൺവെർസേഷനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞിട്ട് തുടങ്ങാം. റിയാസ് വന്നതുകൊണ്ട് ലക്ഷ്മിക്ക് സപ്പോർട്ട് കൂടിയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇല്ലെന്ന് തന്നെയാണ് അഭിപ്രായം. ലക്ഷ്മീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അതിപ്പോൾ റിയാസ് വന്നാലും ഇല്ലെങ്കിലും ലക്ഷ്മീനെ സപ്പോർട്ട് ചെയ്യും. ഇനി ഈ റിയാസ് വന്നിട്ട് ലക്ഷ്മി വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ കാഴ്ചപ്പാടുകൾക്കെതിരെയോ സംസാരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് ലക്ഷ്മി പറയുന്ന മറുപടി കേൾക്കുമ്പോൾ തന്നെ അറിയാം ലക്ഷ്മിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വലിയ ധാരണയൊന്നുമില്ല. ലക്ഷ്മി ബ്ലൈൻഡ് ആയിട്ട് കുറേ ആൾക്കാരെ വെറുക്കുന്നു, കുറച്ച് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിനെ പറ്റിയിട്ട് ഇനി ഏത് രീതിയിൽ എന്ത് സംസാരിച്ചാലും ലക്ഷ്മിക്ക് ആ എപ്പിസോഡിൽ ലാലേട്ടനോട് പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു കാര്യവും സംസാരിക്കാനായിട്ടില്ല. അപ്പോൾ റിയാസ് വന്നിട്ട് ഇത്തരം കുറേ ചോദ്യങ്ങൾ ലക്ഷ്മീൻ്റെ അടുത്ത് ചോദിക്കുകയും ലക്ഷ്മിനോട് കുറേ തർക്കിച്ചിട്ടുമൊക്കെ ലക്ഷ്മിക്ക് അതിലൊരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതുകൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് റിയാസ് അത്തരത്തിൽ വന്ന് സംസാരിക്കേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. ഇനി റിയാസ് വന്ന ഉടനെ ഇപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ലക്ഷ്മീനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ലക്ഷ്മിയുടെ പുറകെ നടന്ന് ഇങ്ങനെ ചൊറിഞ്ഞ് അങ്ങനെ ഒരാളെ മാത്രം പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുന്നത് കാണുമ്പോൾ തോന്നുന്ന ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടല്ലോ ആൾക്കാർക്ക്. അപ്പം അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടായി ചിലപ്പോൾ ലക്ഷ്മിക്ക് സപ്പോർട്ട് കിട്ടാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല. റിയാസ് വന്നു, റിയാസിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത് അവിടെ നിന്ന് പറഞ്ഞു, അത് അവിടെ കഴിഞ്ഞു. പിന്നീട് ലക്ഷ്മീൻ്റെ കൂടെ നിന്ന് ആ ടാസ്കിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അവിടെയുള്ള ബാക്കി ആൾക്കാരെ ചലഞ്ച് ചെയ്യാനുമാണ് റിയാസ് ശ്രമിച്ചിട്ടുള്ളത്. ഇനി റിയാസ് ഇങ്ങനെ സംസാരിച്ചതിന്റെ പേരിൽ ഇനി മുതൽ അങ്ങോട്ട് ലക്ഷ്മീനെ സപ്പോർട്ട് ചെയ്തേക്കാന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്നേ പറയാനായിട്ടുള്ളൂ. ഇനി എപ്പിസോഡിലേക്ക് വന്നാൽ ഈ ശോഭേന്റെ ബാഗ് ഇന്നലെ പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് കൊടുത്തിരുന്നത് ജിസേലിന്റെ കയ്യിലാണ്, സെക്യൂരിറ്റി ആയിട്ടുള്ള ജിസേലിന്റെ കയ്യിലാണ്. അപ്പോൾ ജിസേൽ അത് സ്റ്റോർ റൂമിൽ കൊണ്ട് വെച്ചിട്ട് മറന്നുപോയി. അത് അനുവും നൂറയും കൂടെ എടുത്തിട്ട് അത് ഒളിപ്പിച്ചു വയ്ക്കുന്നു. അപ്പോൾ ബാഗ് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ശോഭ അവിടെ വഴക്കിടുന്നുണ്ട്. പിന്നീട് ഈ നെവിനൊരു ടാസ്ക് കൊടുക്കുകയാണ്. ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ള നെവിന് മാനസികാരോഗ്യം, അവിടെ വീട്ടിലുള്ള ആൾക്കാരുടെയും വന്നിരിക്കുന്ന ഗസ്റ്റിൻ്റെ മാനസികാരോഗ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവരെ ഓരോരുത്തരെയായിട്ട് കൗൺസിൽ ചെയ്യാം എന്നുള്ളൊരു ടാസ്ക് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് രണ്ടാമത്തെ ഗസ്റ്റ് ആയിട്ടുള്ള റിയാസ് വരുന്നത്. എല്ലാവരും കൂടെ പോയിട്ട് റിയാസിനെ സ്വീകരിക്കുന്നു. എല്ലാവരും ലിവിംഗ് റൂമിൽ ഇരുന്നതിന് ശേഷം റിയാസ് ഇവരെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് റിയാസ് സലീം എന്നാണ്, ഞാനൊരു ഫിലിം പ്രൊഡ്യൂസറാണ്, 3 ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു. അതേപോലെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് അനുമോൾക്കെതിരെ സംസാരിക്കുന്നത് റിയാസ് വരുമ്പോൾ ഈ വന്ന ടാക്സി ഡ്രൈവർ പറഞ്ഞു അനുമോൾ കുറച്ച് തുണി കൊടുക്കുന്നവർക്കെതിരെയൊക്കെ കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷമാണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന അതിഥികളായിട്ടുള്ള ശോഭയ്ക്കും ഷിയാസിനും 3 കോയിൻസ് കൊടുക്കുന്നത്. അവിടെ തൊഴിലാളികളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത 3 പേർക്ക് ആ കോയിൻ കൊടുക്കാമെന്ന് ഇവരോട് 2 പേരോടുമായിട്ട് പറയുന്നു. അത് ലൈവിൽ ഒരുപാട് നേരം അവർ നീട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. കാരണം ശോഭയ്ക്ക് എങ്ങനെയെങ്കിലും അത് ആര്യനും ജിസേലിനും ഓരോ കോയിൻ വീതം കൊടുക്കണം. ഇപ്പം ഷിയാസിനാണെങ്കിൽ അനുമോൾക്കും കൊടുക്കണം. അങ്ങനെ ഇവർ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയായിരുന്നു. എപ്പിസോഡിൽ ആ ഒരു ഭാഗം കാണിച്ചില്ലാന്ന് തോന്നുന്നു. ശോഭ പറയുന്നത് ജിസേലും ആര്യനും എൻ്റെ കാലൊക്കെ തിരുമ്പി തന്നായിരുന്നു, മാത്രമല്ല എൻ്റെ സാരിയും പിടിച്ച് കുറേ നേരം നടന്നായിരുന്നു, അതുകൊണ്ട് അവർക്ക് കോയിൻ കൊടുക്കണമെന്നുള്ളതാണ്. പക്ഷേ ഷിയാസ് അതിനോട് യോജിച്ചില്ല. അതിനുശേഷം കുറേ നേരം ഇങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് ജിസേലിനൊരു കോയിൻ കൊടുത്തു, പിന്നീട് ഒണീലിനൊന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ നേരം ചർച്ച ചെയ്തതിന് ശേഷം സാബുമാന് ഒരു കോയിൻ കൊടുത്തു. കാരണം സാബുമാൻ വെയിലത്ത് നിന്നിട്ട് സങ്കടം തോന്നിയായിരുന്നു കേട്ടോ ഇന്നലെ ആ ഒരു ഇത് കണ്ട സമയത്ത്. കുറേ നേരം വെയിലത്ത് നിന്ന് ആ പ്രതിമയായിട്ട് നിന്ന് പെർഫോം ചെയ്തതുകൊണ്ട് സാബുമാന് ഒരു കോയിൻ കൊടുക്കുന്നു. പിന്നീട് ഈ ശോഭേനോടും ഷിയാസിനോടും ബിഗ് ബോസ് പറയാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ള സമയമായി, നിങ്ങളുടെ പെട്ടികളൊക്കെ സ്റ്റോർ റൂമിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറയുന്നു. അവിടെയും ശോഭ കുറേ സമയം എടുത്തു. 2-3 പ്രാവശ്യം ബിഗ് ബോസ് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം ഈ റിയാസും ലക്ഷ്മിയായിട്ടുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു തർക്കമാണ്. അത് ശരിക്കും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ഇവർ അത്യാവശ്യം കൂടുതൽ സമയം നടത്തിയിട്ടുള്ളൊരു കോൺവെർസേഷൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ അത് കിടപ്പുണ്ട്. അത് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. റിയാസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ലക്ഷ്മി പറയുന്ന ഒരേ മറുപടിയാണ്. അതിനെ നിലപാടെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു നിലപാടുണ്ടെങ്കിൽ അതിനെ വിശദീകരിക്കാനും വിവരിക്കാനും കൂടെ പറ്റുന്ന തരത്തിലാവണം. ഇത് ഒരേ വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാനായിട്ട് കഴിയില്ല. എനിക്കത് കേട്ടപ്പോൾ മനസ്സിലായത് ലക്ഷ്മിക്ക് ഇതിനെ പറ്റിയിട്ട് അങ്ങനെ വലുതായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല, എനിക്കിഷ്ടമല്ല അത്ര തന്നെ. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, എനിക്കിഷ്ടമല്ല അത്ര തന്നെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ടൊരു കാര്യത്തിനെ എതിർക്കുക, കുറച്ച് കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതിനപ്പുറത്തേക്ക് പിന്നെ ഈ വിഷയത്തിൽ കിടന്ന് തർക്കിച്ചിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല.
പിന്നീട് ഈ വെസൽ ടീം അതിൻ്റെ വിഷയത്തിലുള്ളൊരു ഷാനവാസും ആര്യനും തമ്മിലുള്ളൊരു ഫൈറ്റാണ് കാണിക്കുന്നത്. ശരിക്കും ഇവർ തമ്മിൽ ഒരു കാര്യത്തിന് ഒരു കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ടാസ്ക് തന്നെ കൊള്ളാവുന്ന തരത്തിലേക്ക് അത് പോകുന്നുണ്ട്. ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഈ വെസൽ ടീം പോലുള്ള കാര്യങ്ങളിൽ ഇവർ പരസ്പരം എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ അത് എപ്പോഴും ഒരു കൺഫ്യൂഷനായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ റെന പറയുന്നു റെന വെസൽ ടീമിലുള്ളതാണ്, ഷാനവാസും വെസൽ ടീമിലുള്ളതാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നു ഞാൻ ഇന്നലെ അവിടെ നിന്ന് പട്ടിപ്പണി എടുക്കുന്നത് പോലെ ചെയ്തതാണ്, അതുകൊണ്ട് ഇന്ന് ഞാനത് ചെയ്യാനായിട്ട് വരത്തില്ല. ഇന്നലെ വന്നിട്ടുള്ള ഗസ്റ്റ് ആര്യൻ്റെ അടുത്തും പോയിട്ട് ഈ പാത്രം കഴുകി കൊടുക്കാൻ പറഞ്ഞിട്ടും ആര്യൻ അത് ചെയ്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ആര്യൻ പറയുന്നു ഞാനത് ചെയ്തു എന്ന് പറയുന്നു. പിന്നെ ഷാനവാസും അനീഷും പറയുന്നു ആര്യൻ അത് ചെയ്തിട്ടേ ഇല്ല, ഇവിടെ വെറുതെ കാലിന് മുറിവായെന്നും പറഞ്ഞ് പരിക്ക് പറ്റിയെന്നും പറഞ്ഞിട്ട് തുണിയും ചുറ്റിക്കെട്ടിയിട്ട് വെറുതെ ഇങ്ങനെ നടക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതാണ് കാണുന്നത്. പിന്നെ നീ ആരാ അത് പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതാണ്. അതിനുശേഷം ഈ GM ആയിട്ടുള്ള ലക്ഷ്മീൻ്റെ അടുത്ത് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർസ് കൊടുക്കാമെന്ന് പറയുന്നു. ബിന്നിക്കൊരു സ്റ്റാർ കൊടുക്കുന്നു, ഷാനവാസിന് 2 സ്റ്റാർ കൊടുക്കുന്നു, അനീഷിന് 1 സ്റ്റാർ കൊടുക്കുന്നു. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് പറയുന്നത് ഇന്നലത്തെ സമരത്തിൻ്റെ പേരിലൊക്കെയാണെന്ന്. അപ്പോൾ അനീഷ് പറയുന്നു ഇന്നലത്തെ സമരത്തിൻ്റെ ഇതിൽ ഇന്നലെ അവിടെ കഴിഞ്ഞു, പിന്നെ ഇന്ന് അതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല, ഇന്നത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ തരൂ എന്ന് പറയുന്നു. ജിസേലിന് 1 കൊടുക്കുന്നു, നെവിന് 1 കൊടുക്കുന്നു. അപ്പം ആദ്യം തന്നെ ഒണീലിന് 1 കൊടുത്തിട്ട് പിന്നീട് ഒണീലിൻ്റെ കയ്യിൽ നിന്ന് അത് തിരിച്ചു വാങ്ങുന്നു. അപ്പോൾ ഗസ്റ്റ് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത് ഒണീലിന് കൊടുക്കണമെന്നുള്ളതാണ് എന്ന്. പക്ഷേ മാനേജറായിട്ടുള്ള ലക്ഷ്മിൻ്റെ അഭിപ്രായത്തിൽ അതിന് ഒണീലിന് കൊടുക്കാൻ താല്പര്യമില്ല, കാരണം തലേ ദിവസം 2 സ്റ്റാറുകൾ കൊടുത്തത് കൊണ്ട് ഇന്ന് കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ കൊടുത്ത സ്റ്റാർ തിരിച്ച് മേടിച്ചിട്ട് അത് അഭിലാഷിന് കൊടുക്കുന്നു. അഭിലാഷ് പറയുന്നു നിങ്ങൾ തന്നതുകൊണ്ട് ഞാനിത് മേടിക്കുന്നു, പക്ഷേ ഒരാളുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ട് തിരിച്ച് മേടിക്കുന്നതിനോട് യോജിപ്പില്ല, അതുകൊണ്ട് ഇത് അയാൾക്ക് തന്നെ കൊടുക്കാനായിട്ട് പറയുന്നു. അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പറയുന്നു. പക്ഷേ അഭിലാഷിന് തന്നെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അഭിലാഷിന് 1 സ്റ്റാർ വെച്ച് കൊടുക്കുന്നു. പിന്നീട് അനുമോൾക്ക് 1 സ്റ്റാർ കൊടുക്കാൻ പോകുന്ന സമയത്ത് ജിസേൽ പറയുന്നു അവൾ എന്ത് ചെയ്തിട്ടാണ് അവൾക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ജിസേൽ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു. അവൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മുതൽ എൻ്റെ പണിയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. പക്ഷേ അനുമോൾക്കും 1 സ്റ്റാർ കൊടുക്കുന്നു. അതിനുശേഷം റിയാസിനൊരു സീക്രട്ട് ടാസ്ക് കൊടുക്കുകയാണ്. ആര്യനെയും ജിസേലിനെയും അനുമോളിനെയും സ്റ്റോർ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാമറയിൽ കൊണ്ടുവന്നിട്ട് ക്യാമറയ്ക്ക് ഫോഴ്സ് ചെയ്യുന്നത് പോലെ നിർത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ അനീഷിനെ കൊണ്ടിട്ട് ഷാനവാസിനോട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിക്കുക എന്നുള്ളതും. പിന്നീട് 5 പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള പാട്ട് പാടിക്കുക എന്നുള്ളതും. അങ്ങനെ ഈ 3 ടാസ്കും റിയാസ് വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ അത് നടത്തുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിട്ട് തോന്നിയത് അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് ഇത് പറയുന്നതാണ്. അത് കുറേ നേരം എടുത്ത് കേട്ടോ. പക്ഷേ അനീഷ് ആദ്യം അങ്ങനെ പറയുന്നത് എന്തിനാണ്, ഷാനവാസ് എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്, എനിക്ക് ഷാനവാസിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ മലയാളത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുറേ എടുത്തു. എന്തിനാണ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്, അവനൊരു ആവശ്യം വരുമ്പോഴത്തേക്കിനും ഞാനവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് അവസാനം ഷാനവാസ് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് അനീഷ് പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം റിയാസ് ഈ മാനേജറായിട്ടുള്ള അക്ബറിൻ്റെ അടുത്തും മുതലാളിയുടെ മകളായിട്ടുള്ള ആദിലേൻ്റെ അടുത്തും ഈ ആര്യൻ്റെ അടുത്തും ഒക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞു വിടുകയാണ്. അല്ലാതെ ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം അവരവരുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളതൊന്നും ഇവർ മനസ്സിലാക്കുകയൊന്നുമില്ല. പക്ഷെ റിയാസ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഓരോ കാര്യം പറയുന്നുണ്ട്. അതിൽ ആര്യൻ്റെ അടുത്ത് പോയിട്ട് ബെഡൊക്കെ വൃത്തികേടാക്കി ഇടൂ എന്ന് പറയുന്നുണ്ട്. പറയേണ്ട താമസം ആര്യൻ പോയിട്ട് അത് നല്ല ഗംഭീരമായിട്ട് മൊത്തം വലിച്ചു വാരി ഇടുന്നുണ്ട്. എന്നിട്ട് ഷാനവാസിൻ്റെ അടുത്തും അനീഷിൻ്റെ അടുത്തും പോയിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഈ മുറ്റത്തും കുറേ ഗാർഡൻ ഏരിയയിലും കുറേ ടിഷ്യൂ പേപ്പറൊക്കെ വലിച്ചു വാരിയൊക്കെ പിച്ച് കീറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനീഷ് പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതെന്നുള്ളത് അറിയാവോ, ജിസേലിൻ്റെ തോക്കെടുത്ത് ഇവർ ഒളിപ്പിച്ച് വെച്ചിരുന്നല്ലോ. അപ്പോൾ ആ തോക്ക് ജിസേൽ സെർച്ച് ചെയ്ത് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ബെഡൊക്കെ ഇങ്ങനെ അലങ്കോലാക്കി ഇട്ടു. അപ്പം അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് ജിസേൽ പറഞ്ഞു ഞാനത് ഇൻറ്റൻഷനലി ചെയ്തതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ് തിരിച്ചു പറഞ്ഞു, കുറച്ച് ദേഷ്യപ്പെടുന്നത് പോലെ പറഞ്ഞു, അല്ല നിങ്ങളത് ഇൻറ്റൻഷനലി തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞു. അത് റിയാസ് കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് റിയാക്ട് ചെയ്യും, ഷാനവാസും ആ തരത്തിൽ ദേഷ്യം കാണിച്ച് നിൽക്കുന്നത് കൊണ്ട് ഷാനവാസും അത് ആ തരത്തിൽ റിയാക്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ തരത്തിൽ ചെയ്യുന്നതെന്ന് പറയുന്നു. അത് ഷാനവാസും പറയുന്നുണ്ട് നമ്മൾ അവരുടെ ആ ഗെയിമിൽ പോയി വീഴില്ല, ഇവരെയൊക്കെ ഇവരൊക്കെ എത്രത്തോളം പോകുമെന്നുള്ളതൊക്കെ നമുക്ക് അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിറ്റുവേഷൻ ഇവർ രണ്ടുപേരും വളരെ ഭംഗിയായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദിൽ എന്ത് ചെയ്യുന്നു, ഒണീലിൻ്റെ അടുത്ത് പോയിട്ട് ഇതേപോലെ തന്നെ ചെയ്യാൻ നിൽക്കുകയാണ്. ഒണീൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഉപ്പ് വാരിയിടുന്നു.
അത് കുറച്ച് കൂടിപ്പോയി എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം മുതലാളിയുടെ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഹങ്കാരം കാണിക്കാം, ഈ തൊഴിലാളികളെ ഒന്നും ഗൗനിക്കാതെ അവർക്ക് വലിയ വിലയൊന്നും കൊടുക്കാതെയൊക്കെ പോവാം. പക്ഷെ അക്രമം കാണിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അതിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഭക്ഷണത്തിൽ പോയിട്ട് ഉപ്പ് വാരിയിടുന്നു. പക്ഷേ ഒണിയിൽ ഭയങ്കരമായിട്ടും അങ്ങ് ട്രിഗറായി. അവസാനം ഈ ആര്യനും ഒണിയിലും തമ്മിൽ കയ്യാങ്കളി എന്ന് പറയുന്നൊരു സ്റ്റേജ് വരെ എത്തി. ഒണിയിൽ പിന്നെ പ്രൊവോക്ഡ് ആയി കഴിഞ്ഞാൽ ഒണിയിലിൻ്റെ വായിൽ നിന്ന് മോശം വർദ്ധാനം മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ കുറേ നേരം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി. പിന്നീട് ഈ റിയാസിന് കൊടുത്തിട്ടുള്ള സീക്രട്ട് ടാസ്കിൽ ഈ കണ്ണാത്തുമ്പി പോരാമോ എന്നുള്ളത് 5 പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ പാടിപ്പിക്കണമല്ലോ. അതിൽ രാത്രി ബെഡ്റൂമിൽ എല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത് അവരെ കൊണ്ട് അത് പാടിപ്പിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് ജിസേൽ എല്ലാവരും ഇങ്ങനെ പരിശോധിക്കുന്ന, പാട്ട് പാടി പരിശോധിപ്പിക്കുന്ന ആ സമയം വന്ന സമയത്തും പാടിപ്പിച്ചിരുന്നു. പക്ഷേ 5 പേരെ കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ പാടിപ്പിക്കാനാണ് പറഞ്ഞിരുന്നത്. അത് കറക്റ്റാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം മൂന്നാമത്തെ സീക്രട്ട് ടാസ്ക് ആയിട്ടുള്ള ആര്യനെയും ജിസേലിനെയും അനിമോളെയും മറ്റേ സ്റ്റോർ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തുക എന്നുള്ളത്, അതിൽ ജിസേലിനെ പ്രാങ്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ജിസേലിനെ വിളിച്ചിട്ട് വരുന്നു. ആക്ടിവിറ്റി ഏരിയയിൽ ഉറങ്ങുന്ന അനിമോളെ പോയിട്ട് ജിസേലിന് സുഖമില്ലാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് വരുന്നു. ഉറങ്ങിക്കിടന്ന ആര്യനെയും ജിസേലിന് വയ്യ, സുഖമില്ലാതെ അവിടെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ സമയത്ത് ജിസേൽ അവിടെ കിടന്ന് ഭയങ്കര ഓവർ ആക്ടിങ്. ഇപ്പോൾ വേറെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഇവരെ 3 പേരെയും ആ ക്യാമറയുടെ മുമ്പിൽ നിർത്തണമല്ലോ. ജിസേലിൻ്റെ അടുത്ത് എഴുന്നേക്കാൻ പറയുമ്പോഴത്തേക്കിനും ജിസേൽ എഴുന്നേക്കാനായിട്ട് താമസിക്കുന്നു. അതിനിടയ്ക്ക് ഒണിയിൽ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഒണിയിലിനെ വെള്ളം എടുത്തിട്ട് പോയിട്ട് ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് റിയാസ് വെള്ളം എടുക്കാനായിട്ട് വിടുന്നു. ആ ഗ്യാപ്പിൽ ഒരു കണക്കിന് ജിസേലിനെ പിടിച്ച് പൊക്കി ആ ക്യാമറയുടെ മുമ്പിൽ നിർത്തിയിട്ട് ഇങ്ങനെ പോസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 3 ടാസ്കുകളും നന്നായിട്ട് തന്നെ റിയാസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വേറൊരു കാര്യം പറയാനുള്ളത്, റിയാസ് വന്നതിന് ശേഷം കുറച്ച് പേർക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിട്ടുണ്ടോ എന്ന് ഒരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ആദില, ആര്യൻ, നെവിനെയൊക്കെ പോലുള്ള ആൾക്കാർക്ക്. അങ്ങനെയാണെങ്കിൽ അവർക്ക് തന്നെ ആ പണി തിരിച്ചു കിട്ടാനാണ് സാധ്യത. കാരണം എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. ഈ ഇപ്പോൾ ലൈവ് കാണുന്ന സമയത്തുമൊക്കെ ഇപ്പം ആദിലേൻ്റെയൊക്കെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം കാണിച്ച് നടക്കുക എന്നുള്ളതാണ്, അല്ലാതെ അക്രമം കാണിക്കുക എന്നുള്ളതല്ല. ആദിലേക്കൊക്കെ കുറച്ച് ഓവർ കോൺഫിഡൻസ് വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ നെവിനും ആര്യനും ഒക്കെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് തന്നെയായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാനായിട്ട് പോകുന്നത്.